ഞാൻ പാണനല്ല, പറയനല്ല, നീ തമ്പുരാനല്ല എന്ന് പറഞ്ഞ ഒരു ഗായകൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, യുവതലമുറയ്ക്ക് അയാൾ ഹരമായിരുന്നുവെന്നൊക്കെ കേരളം അറിയാൻ 7 ഗ്രാം കഞ്ചാവ് അയാളുടെ വീട്ടിൽ നിന്ന് എക്സൈസ് സംഘം പിടിക്കേണ്ടി വന്നു. പക്ഷേ കളികൾ അവിടെ അവസാനിച്ചില്ല. കഴുത്തിൽ കിടന്ന ഒരു പുലിനഖം റാപ്പർ വേടനെ കുടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് റാപ്പർ വേടൻ ദളിതനായതുകൊണ്ടും ഹിരൺദാസ് മുരളി എന്ന തൃശ്ശൂർക്കാരൻ പയ്യൻ അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്നൊരു പരിപാടിയിൽ രാസലഹരിക്കെതിരെ യുവാക്കളെ ഉദ്ബോധിപ്പിച്ച ഈ മനുഷ്യൻ തന്നെയാണോ, ഇയാളുടെ കയ്യിൽ നിന്നെയാണോ കഞ്ചാവ് പിടിച്ചത്? ആ കഞ്ചാവിന് 7 ഗ്രാമമുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിൽ പോയി കോടതിയിൽ നടപടിയെ നേരിടാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഇതെന്തോ ഒരു വേടൻ എന്താണ് ചെയ്തത്? വേടൻ പുലിയെ പിടിച്ച് നഖം പറിച്ചെടുത്ത് കഴുത്തേലിട്ട അവസ്ഥയിലാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്സാഹ കമ്മിറ്റിയാണ്. മലയോര ജനതയെ സംബന്ധിച്ച് അവർ കേസെടുക്കാൻ മാത്രമുള്ള ഒരു വകുപ്പാണ്. ഇന്ന് അവരും ജനങ്ങളും തമ്മിലൊരു സംഘർഷമുണ്ട്. കിട്ടിയൊരു കേസ് അവർ ആഘോഷമാക്കി. ഇതേ റാപ്പർ വേടന് ജാമ്യം കിട്ടി പുറത്തു വന്നു. ഇത്രയൊക്കെ ബഹളത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരു പൂച്ച കാരണം മന്ത്രിസ്ഥാനം പോയ ശശീന്ദ്രൻ പറയുകയാണ് ഈ കാര്യം അവധാനതയോടെ കൈകാര്യം ചെയ്ത്. മന്ത്രി ശശീന്ദ്രൻ, എൻ്റെ മന്ത്രി, നിങ്ങളുടെ വകുപ്പ് ഇത്ര അത്യുത്സാഹം കാണിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പുതിയ പുതിയ ചർച്ചകൾ വന്നു. ജാതിയിൽ താണവനും ദളിതനുമായതുകൊണ്ട് തന്നെ അയാളെ വേട്ടയാടിയെന്ന ആക്ഷേപം സമൂഹത്തിൽ നിന്നു. ഈ റാപ്പർ തന്നെ പറയുന്ന ചില പാട്ടുകൾ പറയുന്നുണ്ട്, എൻ്റെ അപ്പൂപ്പൻ ഒരു ലാൻഡ് ഓണറായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ടും 1 സെൻറ്റ് ഭൂമി വാങ്ങാൻ കഴിഞ്ഞില്ല. ദളിതനെന്നല്ല, കേരളത്തിൽ ഭൂമിയിൽ പണിയെടുക്കുന്ന ഒരു കർഷക തൊഴിലാളിക്ക് അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ 1 സെൻറ്റ് സ്ഥലം വാങ്ങാൻ പ്രയാസമാണ്. ജാതി വിവേചനങ്ങളെക്കുറിച്ച് ഇയാൾ വാചാലനാകുമ്പോൾ ഇത് ഇയാളുടെ ഐഡിയോളജിയും രാഷ്ട്രീയവുമാണെന്ന് പറയുമ്പോൾ അതിലേക്ക് അപ്പുറം ഇത് വേടൻ്റെ ബിസിനസ്സാണ്. അയാളെ സംബന്ധിച്ച് അയാളെ മാർക്കറ്റ് ചെയ്യാനുള്ളൊരു വേദിയാണ്. ഇങ്ങനെയുള്ള ഐഡിയോളജിക്കും ചിന്തയ്ക്കും കേരളത്തിൽ നന്നായിട്ട് വിറ്റുപോകുമെന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആദർശാധിഷ്ഠിത വ്യക്തിത്വമൊന്നുമുള്ള ആള് കഞ്ചാവുമായി ഒരിക്കലും പിടിക്കപ്പെടില്ല. പിന്നെ തൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ കുറവുകളെ അയാൾ ഉയർത്തിക്കാൻ മുമ്പ് കലാഭവൻ മണി വന്നപ്പോൾ കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ, അന്ന് ആ കാസറ്റുകളൊക്കെ ലക്ഷക്കണക്കിന് കോപ്പിയാണ് വിറ്റുപോയത്. അന്ന് കലാഭവൻ മണിയെ എങ്ങനെ മാർക്കറ്റ് ചെയ്തു, ആ കലാഭവൻ മണി എങ്ങനെ വളർന്നു, അതിൻ്റെ വേറൊരു പതിപ്പാണ് ഈ വേടനും. ഇതുപോലെ തന്നെ മലയാള സിനിമയെ സംബന്ധിച്ച് നമ്മൾ ശ്രീനിവാസിൻ്റെ ചില സിനിമകളുണ്ട്. ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത വടക്ക് നോക്കി യന്ത്രമുണ്ട്. തൻ്റെ പൊക്കമില്ലായ്മയും തൻ്റെ നിറമില്ലായ്മയും തൻ്റെ പ്രശ്നങ്ങളെ ഒരു ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ട്രോളുക. അന്ന് സ്വന്തം കുറവുകളെ പരിഹസിച്ചുകൊണ്ട് സ്വയം ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രീനിവാസന് കഴിഞ്ഞു. അപ്പോൾ റാപ്പർ വേടൻ മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമാണെന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെ ഏറ്റവും പെട്ടെന്ന് കയ്യടി നേടാൻ കഴിയുന്ന, വിറ്റുപോകാൻ കഴിയുന്ന ഒരു വിഷയത്തെ തൻ്റെ സത്വബോധം ഉൾക്കൊണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പാടുകയാണ്. കേരളത്തെ സംബന്ധിച്ച് നാളെയും ഈ ചെറുപ്പക്കാർ നമുക്ക് വേണം. അവൻ്റെ പാട്ടുകളും ചിന്തകളും വേണം. കാരണം ഇങ്ങനെയുള്ള പുതിയ തലമുറകൾ കടന്നു വരുമ്പോഴാണ് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും അന്നത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്താനുള്ള വഴിയാണ്. അങ്ങനെ ചെറുപ്പക്കാരൻ വന്നു. അവനെ വേട്ടയാടി ഇല്ലായ്മ ചെയ്യാനല്ല ശ്രമിക്കേണ്ടിയിരുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് പോലും അവിടെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്ന്, അതിപ്പോൾ 1 ഗ്രാമായാലും 7 ഗ്രാമായാലും മയക്കുമരുന്ന് തന്നെയാണ്. യുവാക്കൾക്ക് സ്വാധീനമുള്ളൊരു ഗായകൻ മയക്കുമരുന്ന് അടിമയാകുക, പ്രശസ്തരായ 2 സംവിധായകർ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് പിടിക്കപ്പെടുക, ഒരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയി ആലപ്പുഴയിൽ പിടിച്ച മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 2 സിനിമാ നടന്മാരെ ചോദ്യം ചെയ്യപ്പെടുക. നമ്മുടെ സമൂഹത്തിന് കലാകാരന്മാർ നൽകേണ്ട മാതൃകയും സന്ദേശവും അല്ല ഇത്. അവർ പുതിയ വഴി ഈ ചെറുപ്പക്കാരനെ, ഈ 30 വയസ്സുള്ള ഹിരൺദാസ് മുരളി എന്ന വേടനെ നമ്മൾ പുതിയ വഴിക്ക് വിടണം. അവൻ്റെ തെറ്റ് തിരുത്തട്ടെ. അവൻ്റെ തെറ്റ് തിരുത്തി പുതിയ പാട്ടുകളും അവൻ്റെ പുതിയ സംഗീതവും ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളിലൊക്കെ ഇയാൾ പാടിയിട്ടുണ്ട്. ഇയാളുടെ പാട്ടുകളും എഴുത്തുകളും ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ.
അപ്പോൾ ഈ വേട്ടയാടൽ നമുക്കിവിടെ അവസാനിപ്പിച്ച് അയാളെ അയാളുടെ വഴിക്ക് വിടാം. നമസ്കാരം.